ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണം മുടക്കാൻ വേണ്ടി ഉദയഭാനുവിനെ വിളിച്ചിട്ട് ഗോമതി ഇറങ്ങിപ്പോയ കഥയൊക്കെ അച്യുതനും ഭാര്യയും മകനും കൂടി ഇരുന്നിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു ഇളയ മകൻ ലോഡിങ്ങുകാരനുണ്ട്, അവൻ്റെ കൂടെ ഇപ്പോൾ താമസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നാളെ ലോഡിങ് ഇറക്കാൻ അവർ ചന്തയിലേക്ക് വരെ വരുമെന്ന് പറഞ്ഞു. അല്ല വർമ്മേ, നിങ്ങളുടെ സഹോദരിയല്ലേ ബാലൻ്റെ ഭാര്യ എന്ന നേരം അച്യുതൻ ചോദിച്ചു കേട്ടോ. അതൊക്കെ മുറിച്ച് കളഞ്ഞ ബന്ധമല്ലേ, ഇപ്പം നാണക്കേടായില്ലേ എന്ന് അച്യുതൻ. പിന്നെ ഉദയഭാനുവിൻ്റെയും മകളുടെയും കാര്യം ഓർത്താട്ടോ എൻ്റെ സങ്കടം മുഴുവനുമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു ഉദയഭാനു ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് തട്ടിയും കയറ്റി വിടും. ഉദയഭാനു അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നു കേൾക്കുന്നു. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞോണ്ട് മകൻ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് നല്ലൊരു ഇത് ഉണ്ടാക്കി തരാൻ നിങ്ങളോട് കാണിച്ച ഒരു നല്ല മനസ്സുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വെറുതെക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഈ വിഷയവും ഞാൻ എൻ്റെ മനസ്സിലിട്ട് തല്ലി ഒരു തീരുമാനം എടുക്കാം. താങ്ക് യു എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഇവരിവിടെ കിടന്ന് തുള്ളിച്ചാടുക. അത് കഴിഞ്ഞാൽ ഫോണും കട്ട് ചെയ്ത് അവിടെ ഇരുന്ന പഴങ്കഞ്ഞി വാരി കഴിച്ചുകൊണ്ട് നമ്മുടെ ഉദയഭാനു അവിടെ ഇരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രാജശ്രീ, എൻ്റെ ദൈവമേ ഇപ്പോഴെങ്കിലും ഒന്ന് തീരെ കൊളുത്തിയല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അലോക് ഭയങ്കര ഹാപ്പിയില്ല. അച്യുതനാണെങ്കിലും ഹാപ്പിയുണ്ട്, അതുപോലെ ദേഷ്യമുണ്ട്. അങ്ങനെ അച്യുതനും കുടുംബവും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് പഴങ്കഞ്ഞി ഒരിക്കലും ഇല്ലാത്തതുപോലെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഉദയഭാനു. അപ്പോഴേക്കും ശ്രീകല ഇത് ഗോമതി ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞത് വലിയ നാണക്കേടാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ആർക്കാന്ന് ചോദിച്ചു. അവർക്ക്, അല്ലാതെ നമുക്കിപ്പോൾ പോകാനേ എന്താ നാണോ മാനോ ഉള്ളത് എന്നാ ചേച്ചി ചേട്ടനോട് ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ ശ്രീകലേ നമുക്കിത് ശരിക്കും ഉപയോഗിക്കണം, നമുക്ക് വലിയ നാണക്കേടായി എന്ന് ബാലനെ അറിയിക്കണം. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു. എടീ, അവർക്ക് തോന്നണം യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് നമുക്ക് തുടർച്ചയായി നാണക്കേടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ സഹിച്ചും ക്ഷമിച്ചും താണുകൊടുത്തും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറവുകൾ സഹിക്കുകയാണ് എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാക്കിയാൽ എന്നും അവർക്ക് നമ്മളോടുള്ള മതിപ്പ് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അതിന് നമ്മളിത് അറിഞ്ഞു എന്ന് അവർക്കറിയില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ അവരിത് അറിയിക്കുമെന്ന് ശ്രീകല ചോദിച്ചപ്പം അതിനൊരു വഴിയുണ്ട് എന്ന് പറയാം. അങ്ങനെ അതും പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഏട്ടനെ കാണാൻ വന്ന അനിയനെയാണ്. അപ്പോൾ അനിയൻ ഏട്ടൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും, എടാ ആര്യ നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടനെ ഒന്ന് കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദ് ഇങ്ങനെ നോക്കുക. എടാ അമ്മ എന്തെന്ന് ചോദിച്ചു. അതുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഏട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. എടാ അമ്മയ്ക്ക് സുഖമില്ലേടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോടാന്ന് ചോദിച്ചപ്പോൾ സുഖമാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഏട്ടാ, എൻ്റെ വീട്ടിലല്ല ഏട്ടാ, അമ്മയ്ക്ക് എന്തെങ്കിലും കുറവ് വരാൻ ഞാൻ സമ്മതിക്കും ഏട്ടാ എന്ന് ആരും ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, അതെനിക്ക് ഉറപ്പാടാ, നീ ഒന്ന് നോക്കൂന്ന്. അപ്പം നേരം വെളുക്കുന്നത് മുതൽ വൈകുന്നേരം വരെ ഞാൻ പണിയെടുക്കുന്നുണ്ട് ഏട്ടാ, അത് മതി അമ്മയ്ക്കും ഇത്രയ്ക്കും ഒക്കെ യാതൊരു അല്ലലും ഇല്ലാതെ കഴിയാനായിട്ട്. പക്ഷേ എന്താടാ ഒരു പക്ഷേ, അത് പിന്നെ അമ്മയെ എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് കൂട്ടണേ ഏട്ടാ, അമ്മയെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ആരും പറയുമോ. അമ്മ അങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ല. എല്ലായിടത്തും അവകാശവും നിറവും അതുപോലെ സന്തോഷവും ഒക്കെ വേണം. അമ്മയുടെ മനസ്സിൽ സന്തോഷമില്ലെന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്, ഞാനത് തിരിച്ചറിയുന്നുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ഏട്ടനെ വ്യക്തമായി മനസ്സിലാക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് ആനന്ദും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അമ്മയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വീട്ടിൽ നമ്മ വാശി പിടിച്ചിറങ്ങി പോകുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ, പക്ഷേ എത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും അമ്മയുടെ മനസ്സൊന്നും അച്ഛനൊപ്പം നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കത്തുള്ളൂ. അച്ഛൻ്റെ ആബ്സെൻസിൽ ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും അമ്മയ്ക്ക് കഴിയില്ല എന്ന കാര്യവും ആനന്ദ് പറഞ്ഞു. അപ്പം അത് തന്നെ ഏട്ടാ സത്യം, അമ്മയ്ക്ക് അതിന് കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. ഏട്ടൻ അറിയാവോ, അമ്മയുണ്ടല്ലോ എന്ന് കരുതി ഞാനും ഇത്രയും ഓരോന്ന് ഉത്സാഹിച്ചുണ്ടാക്കാറുണ്ട്, പക്ഷേ ഒന്നും അമ്മ കഴിക്കാറില്ല. രുചി അറിഞ്ഞോ മനസ്സറിഞ്ഞോ ഒരുരുള ചോറ് പോലും നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല ഏട്ടാ. നിർബന്ധിച്ചാലേ വഴിപാട് പോലെ എന്തെങ്കിലും ഒരു ഇച്ചിരി എടുത്ത് കഴിക്കും. രാത്രിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഉറക്കവും ഇല്ല. ഇങ്ങനെ അമ്മയുടെ അവസ്ഥകളൊക്കെ പറയുവാണ്. ഇങ്ങനെ ഗോമതിയെ പറ്റിയുള്ള കാര്യങ്ങൾ, തൻ്റെ അമ്മയായ ഗോമതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആനന്ദനോട് തുറന്നു പറയാം. തനിച്ചു ജീവിക്കാൻ പക്വതയായല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ ഓട്ടോ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നും. പക്ഷേ ഇപ്പോൾ അമ്മയുടെ കാര്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏട്ടാ, ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടനെയെങ്കിലും ആശ്രയിച്ചേ മതിയാകൂ എന്നുള്ളത്. എന്നെക്കൊണ്ട് തനിയെ കഴിയില്ല എന്ന് ഞാൻ തന്നെ ആലോചിച്ചാൽ ഒന്നും കിട്ടില്ല ഏട്ടാ. അതാ ചങ്കൊരുക്കി ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്നൊക്കെ പറയുമ്പോൾ, എടാ മോനെ നീ എന്താണ് ഈ പറയുന്നത്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വരത്തില്ലേടാ എന്ന് ആനന്ദ നേരം അനിയനോട് ചോദിക്കുക കേട്ടോ.
ആദ്യമേ കയറി രണ്ടവന്മാരും കല്യാണം കഴിച്ചു, കുടുംബം ഉണ്ടാക്കി. അതൊക്കെ കേട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ആര്യൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെൻ്റെ അനിയന്മാർ തന്നെയാടാ. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞാനല്ലേടാ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ വലിയേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനന്ദ് പറയാം. പക്ഷെ മോനെ, അമ്മ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി നിൽക്കുക, നീയും കൂടി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക, അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല എന്ന് പറഞ്ഞു. എടാ, അതല്ലാതെ ആര് വിളിച്ചാലും അമ്മ വീട്ടിലേക്ക് വരില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആര്യൻ, ഞാൻ വരണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നെ വന്ന് വിളിക്കണമെന്ന് ആര്യം പറയാം. അങ്ങനെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, എല്ലാവരും നിന്നോട് തന്നെ നിൽക്കുക. ഇല്ലെങ്കിൽ ഞാൻ വല്ലാതെ ചെറുതായി പോയേട്ടാ എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് മോനെ നീ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. പ്ലീസ് ഏട്ടാ, എന്നെ ഏട്ടനൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ആര്യൻ. അങ്ങനെ ആര്യനും അതുപോലെ ആനന്ദും കൂടി അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിനെ പറ്റി സംസാരിക്കുക. അതുപോലെ തന്നെ അമ്മയെയും അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവി അവിടെ വരുന്നതും ആനന്ദിനെ ഫോണിലേക്ക് വിളിക്കുന്നതും. ഹലോ, അതെ ഞാനാ ശ്രീദേവിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദ് പറഞ്ഞു, മനസ്സിലായി, പറഞ്ഞോളാൻ പറഞ്ഞു. അതെ, ഞാനിവിടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പം, വന്നിട്ടുണ്ടോ? എൻ്റെ ഷോപ്പിൻ്റെയോ? അതേന്നേ, ഞാനിവിടെ ഉണ്ട്, ഒന്നിങ്ങ് ഇറങ്ങി വരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വരാം, ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് കണ്ണൊക്കെ തുടയ്ക്കുക. അപ്പോൾ ആരായിട്ടാന്ന് ചോദിച്ചു ആര്യൻ. എടാ, അത് ശ്രീദേവിയാടാ. ആണോ? ഏട്ടത്തി വന്നിട്ടുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ അവിടെ വരെയൊക്കെ ആയോ എന്ന് ചോദിച്ചു. ശരി നടക്കട്ടെ, ഞാൻ എന്തായാലും സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല, ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, നീ പരിചയപ്പെട്ടില്ല ശ്രീദേവിയെ? അതൊന്നും വേണ്ട ഏട്ടാ, വെറുതെ എന്തിനാ, ഏട്ടന് നാണക്കേടാകുമെന്ന് പറഞ്ഞു. നാണക്കേടോ? എന്ത് നാണക്കേട്? എടാ ആര്യ, നീ എന്തേ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. മരിയയ്ക്ക് എൻ്റെ കൂടെ വന്നേന്ന് പറഞ്ഞു. അല്ല ഏട്ടാ, ഇതുപോലൊരു അനിയൻ ഏട്ടനുണ്ടെന്ന് പറയുന്നത് ഏട്ടന് നാണക്കേടാണെന്ന് പറഞ്ഞു. നീ എൻ്റെ ഇത് മേടിക്കും, വന്നേടാ ഇങ്ങോട്ട്, എന്നോട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടോ ശ്രീദേവിയുടെ മുന്നിൽ നിർത്തും. ശ്രീദേവി അന്നേരം ഇങ്ങനെ അടിമുടി നോക്കുക കേട്ടോ. ശ്രീദേവിക്ക് ആകെ ഒരു പേടി പോലെ. ആര്യനും അതുപോലെ ആനന്ദും ഇങ്ങനെ നോക്കുമ്പോൾ, ആരാ ആനന്ദേട്ടാ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, ഇതാ എൻ്റെ രണ്ടാമത്തെ അനിയൻ ആര്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ദേ പരിചയപ്പെടുത്തിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാ, പക്ഷേ ഏട്ടൻ നിർബന്ധിച്ച് കൊണ്ടുവന്നാ കേട്ടോ. ഏട്ടത്തി ഞാൻ അങ്ങനെ വിളിക്കാമല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ഒരു ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിലോട്ടെ ഏട്ടൻ്റെ ഭാര്യയായി ഏട്ടത്തി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഭാര്യ ആയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇയാൾ തന്നെ മറുപടി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ആരും ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളാൻ പറഞ്ഞു ദേവി. എനിക്കിഷ്ടമായി, പിന്നെ ഏട്ടത്തിന്ന് തന്നെ ഞാൻ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദേവിക്ക് ഭയങ്കര ഒരു നാണം. ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരമല്ലേ, നിങ്ങൾ രണ്ടുപേരും സ്വകാര്യമായിട്ട് കണ്ടോട്ടെ, സംസാരിച്ചോട്ടെ എന്നൊക്കെ. അതാ ഏട്ടൻ്റെ നിർബന്ധത്തിലാട്ടോ ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നമ്മുടെ ദേവി നിൽക്കുക. എൻ്റെ അനിയനെ ഞാനല്ലേ പരിചയപ്പെടുത്തി തരേണ്ടത് എന്ന് ആനന്ദ് അന്നേരം ചോദിച്ചു. അപ്പോൾ കണ്ടോ, ഇതാ ഏട്ടൻ്റെ ഒരു കാര്യം. അതെ, ഏട്ടത്തിയെ ഒന്ന് സ്വകാര്യമായിട്ട് കാണാൻ വന്നപ്പോൾ അതെ വെറുതെ എന്നെയും കൂടെ അതിനകത്തേക്ക് കൂട്ടി കുളമാക്കിയെന്ന് പറഞ്ഞു. അയ്യോ, ആരാ പറഞ്ഞ കുളമായിന്ന്? അങ്ങനെ കുളമായിട്ടൊന്നും ഇല്ല കേട്ടോ. ആനന്ദേട്ടൻ്റെ ഇത് ഒരു കൂട്ടുകുടുംബമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ദേവി ചോദിക്കാം. പിന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ചില ഭാര്യമാരൊക്കെ കാണും, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എന്ന് നമ്മുടെ ദേവി പറഞ്ഞു. ഇവർക്ക് സന്തോഷമായി. പിന്നെ അധികം ബന്ധുക്കളൊന്നും ഇല്ലാത്ത എനിക്ക് നിങ്ങളൊക്കെ തന്നെയല്ലേ ബന്ധുക്കൾ, എന്നെ അങ്ങനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അല്ല, നിങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് നമ്മുടെ ആനന്ദ്. അപ്പം ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരെ ആരെയും അങ്ങനെ കാണാറോ അവരുമായിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപടി തന്നെ അങ്ങ് എടുക്കണം. കാണുന്നതും മിണ്ടുന്നതും ഒക്കെ വല്ലപ്പോഴുമാണ്. ഫലത്തിൽ അധികം ബന്ധുക്കളൊന്നും അടുത്തില്ലാത്തൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി. ഞാനങ്ങ് പെട്ടെന്ന് ഭയന്നു പോയി. അച്ഛനെ വലിയ പ്രതീക്ഷയില്ല, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്ന് കല്യാണം അടിപൊളിയാക്കുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ എല്ലാവരും വരുമല്ലോ എന്ന് ദേവി. നമ്മുടെ ആര്യൻ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഈശ്വരന്മാരെ, ബന്ധുക്കളായിട്ട് തിരിഞ്ഞു നോക്കാൻ മരുന്നിന് പോലും ആരും ഇല്ലെന്ന് ആനന്ദേട്ടൻ അറിയുമ്പോൾ എന്തായിരിക്കുമോ അവസ്ഥ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ദേവി എന്താ ദേവി ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഏടത്തി മിത്രയെ വിളിച്ച് സംസാരിച്ചിരുന്നല്ലേന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. പഠിപ്പും പത്രാസും ഒക്കെ ഉണ്ടായിട്ടും നല്ലതുപോലെ സംസാരിച്ചോ എന്ന് അവളെന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. മിത്രയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നമ്മുടെ ആര്യനും ഇങ്ങനെ പറയാം. അപ്പം ശരിക്കുവേ എൻ്റെ ഏട്ടനെ കിട്ടുന്ന ഏട്ടത്തിയാ ഭാഗ്യവതി കേട്ടോ എന്ന് നമ്മുടെ ആര്യം പറയാം. അത്രയ്ക്ക് പാവം എൻ്റെ ഏട്ടൻ നല്ലവനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏട്ടത്തിയെ പൊന്നുപോലെ നോക്കിക്കോളൂന്ന്. മതിയുടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല കുടുംബസ്ഥൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആനന്ദേട്ടൻ പെർഫെക്റ്റ് ആവാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനത് ഉറപ്പ് തരുവാണെന്നും പറഞ്ഞു. അയ്യോ സോറി അല്ല, എന്താ പെട്ടെന്ന് വന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതോ
ദേവീക്ഷേത്രത്തിലെ ഒരു വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് ദേവി പറഞ്ഞു. ഓ ആണോ? ആ പിന്നെ നമ്മുടെ കല്യാണമേ തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കാര്യമൊന്നും. അപ്പോൾ പിന്നെ പ്രസാദമൊക്കെ തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു, ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. ഏട്ടത്തി അങ്ങ് പോയപ്പോൾ എനിക്ക് അന്നേ തന്നെ ഏട്ടത്തി ഇഷ്ടപ്പെട്ടതാണെന്നും സംസാരിച്ചപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നും ആര്യൻ ഏട്ടനോട് പറയാം. ഭയങ്കര സന്തോഷമായി. വേഗം കല്യാണം അങ്ങ് കഴിക്കേട്ടാ എന്ന് ആര്യൻ. കഴിക്കാം എന്ന് പറഞ്ഞാൽ ആനന്ദ് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് വീണ്ടും അമ്മയുടെ കാര്യങ്ങൾ എടുത്തിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയായി ആര്യൻ്റെ വീട്ടിലെയാണ്. അപ്പം മിത്ര ഫോൺ വിളിക്കുക. ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ ആകാംക്ഷ കൂടുതലാണല്ലേ. അപ്പച്ചിക്ക് എന്താ വിശേഷം? ഒരു വിശേഷമില്ല, സുഖമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് മിത്ര ഫോൺ വിളിക്കുന്നത് നമ്മുടെ ഗോമതി അപ്പുറം മാറി നിന്നിങ്ങനെ കേൾക്കുക. അയ്യോ അപ്പോൾ എൻ്റെ കാര്യമല്ലേ വിളിച്ച് ചോദിക്കുന്നത്? ഈശ്വര ബാലേട്ടനെങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചിന്തിക്കുക. എന്ത് സുഖമാണെന്നോ, ഇവിടെ ഞാനില്ലേ, എൻ്റെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അംഗീകരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഇവിടെയും തൂത്തും തുടച്ചും ഒക്കെ ഇങ്ങനെ നടക്കും, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമയം അങ്ങ് പോയിക്കോളുമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര പറയാം. അപ്പോൾ അപ്പം ഞാനിവിടെ ബാലേട്ടനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക എന്നായിരിക്കും വിചാരം. എൻ്റെ മനസ്സ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുട്ടികളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നത് ബാലേട്ടാ എന്നൊക്കെ മനസ്സിൽ ഗോമതി ഇങ്ങനെ പറയണം. അതിപ്പോൾ നന്നായില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിത്രയുടെ ഫോൺ വിളി കേട്ട് തമ്മിട്ടാണ് വന്നത്. ഞാൻ പിണങ്ങി നിന്നിട്ട് ബാലേട്ടൻ എന്നെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ മിത്ര തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഗോമതിയെ. എന്താ അപ്പച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല, മോളെ അന്വേഷിച്ചിട്ട് കാണാത്തത് കൊണ്ട് തിരഞ്ഞു വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നിന്നതാണെന്ന് പറഞ്ഞു. അല്ല ആരാ മോളെ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി അപ്പച്ചെന്ന് പറഞ്ഞു. അത് വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ എന്ന് ചോദിച്ചപ്പം ഞാനെന്തിനാ അപ്പച്ചിയെ പറ്റിക്കുന്നേ, എന്തിനാ കള്ളം പറയുന്നേ? സത്യം ഞാൻ പറഞ്ഞേ, എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചത്. എന്നിട്ട് എന്നെ പറ്റിയൊക്കെ പറയുന്നതാണല്ലോ ഞാൻ കേട്ടതെന്ന് ഗോമതി ചോദിക്കുമ്പോൾ എൻ്റെ അപ്പച്ചി അവളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞതാ. കക്ഷിയുടെ അമ്മായിമ്മ വലിയ പോരും ലഹളും ഒക്കെയാ. അപ്പം അതേ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചി എന്താ വിചാരിച്ചതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഗോമതി. അപ്പം എനിക്ക് മനസ്സിലായി അപ്പച്ചി വിചാരിച്ച് കാണും ബാലനങ്ങൾ വിളിച്ച് അപ്പച്ചിയുടെ കാര്യമൊക്കെ തിരക്കുകയാണെന്ന്. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഗോമതി നിൽക്കുമ്പോൾ കള്ളം പറയല്ലേ, അപ്പച്ചു പ്രതീക്ഷിക്കുന്നുണ്ട് അങ്കിൾ വിളിക്കും എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. ഇതിലിപ്പോൾ ഇത്ര വിഷമിക്കാനുള്ള കാര്യം എന്താ? ഫോണിലെ ഇൻകമിങ് കോൾ മാത്രമല്ലല്ലോ, ഔട്ട് ഗോയിങ്ങും കോളില്ലേ, അങ്ങോട്ട് വിളിച്ചാലും ഇവരറിയാൻ പാടില്ലേ എന്നും ഇത്ര ചോദിക്കോ ഗോമതിയോടെ. എന്തായാലും ഞാൻ തന്നെ വിളിച്ചു പറയാം അപ്പച്ചി ഇവിടെ ആകെ വിഷമത്തിലാണെന്ന്. എന്താ ഇപ്പോൾ വന്ന് വിളിച്ചാൽ കൂടെ ഇറങ്ങി പോരുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പച്ചിക്ക് ബാലനങ്ങളും അതുപോലെ മക്കളും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അത് പോരേന്ന് ചോദിച്ചപ്പോൾ ഗോമതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. വേണ്ട പറയണ്ട എന്ന് പറഞ്ഞു. അപ്പച്ചി എത്രയൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് ചിരിച്ചാലും സന്തോഷിച്ചാലും ഉള്ളിലുള്ള സങ്കടം മറിഞ്ഞു കിടക്കത്തൊന്നും ഇല്ല അപ്പച്ചി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി നിന്ന് ഭയങ്കര കരച്ചിൽ. വേണ്ട വിളിക്കണ്ട എന്നും പറഞ്ഞു. ഗോമതി എന്തിയെന്ന് ബാലേട്ടൻ എന്തുകൊണ്ടാണ് തിരക്കാത്തതെന്ന് ചോദിച്ചപ്പം അപ്പച്ചി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് കൊടുത്ത ഫോൺ തിരിച്ച് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങ് പോവുക ഗോമതി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വീട്ടിലേക്ക് കയറി വന്ന് ബാലൻ ഫോൺ വിളിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് വില ഒട്ടും കുറയ്ക്കാതെ ഞാൻ തരും, തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ വിളിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നതോ ഗോമതിയെ വിളിച്ചുകൊണ്ട് ഗോമതി എന്നും പറഞ്ഞ് വിളിച്ചാൽ കയറി ചെല്ലുന്നത്. കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മീനും അനു അങ്ങോട്ടേക്ക് വന്നു. മോളെ അമ്മയോട് പറ ഈ ബാഗ് എടുത്ത് പൂജാമുറിയിൽ വെക്കാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് പോകുന്നു. പോയ ബാലൻ തിരിഞ്ഞു നിന്ന് മക്കളെ നോക്കി പുള്ളിക്കാരി ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.